الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം നവവി റഹ്മഹുള്ളയുടെ പ്രശസ്തമായ ഹദീസ് ഗ്രന്ഥം റിയാദുസ് സാലിഹീൻ, അതിൽ മൻസൂറാത്തുകൾ അഥവാ പൊതുവായിട്ടുള്ള ചില ഹദീസുകൾ കൊടുത്തിട്ടുള്ള കിതാബിലെ അടുത്ത ഹദീസാണ് നമ്മൾ വായിക്കുന്നത്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ثلاثة لا يكلمهم الله يوم القيامة ولا يزكيهم ولا ينظر إليهم ولهم عذاب أليم شيخ زان وملك كذاب وعائل مستكبر. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസത്തുൻ, മൂന്ന് കൂട്ടം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, യൗമുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കുകയില്ല. അന്ത്യനാളിൽ ഒരടിമക്ക് ലഭിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു തൗഫീഖാണ്, ഒരു നിഅമത്താണ് അള്ളാഹു അവനോട് സംസാരിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ കാണുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതും പരലോകത്തെ, നാളെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ആസ്വാദനത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കയ്യിൽ പൂർണ്ണമായ അധികാരമുള്ള ആ ദിവസത്തിൽ അള്ളാഹു സംസാരിക്കുകയില്ല മൂന്ന് കൂട്ടം ആളുകൾ. അതുപോലെ തന്നെ വലാ യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട് എന്ന് പറഞ്ഞു. ആരാണ് ആ മൂന്ന് കൂട്ടം ആളുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒന്നാമതായി പറഞ്ഞു ശൈഖുൻ സാനിൻ, വ്യഭിചാരിയായിട്ടുള്ള വൃദ്ധൻ, വാർദ്ധക്യത്തിലെത്തിയിട്ടും വ്യഭിചരിക്കുന്ന ഒരു വ്യക്തി. രണ്ടാമത്തേത് വമലിക്കുൻ കദ്ദാബുൻ, കള്ളനായിട്ടുള്ള അല്ലെങ്കിൽ കളവ് പറയുന്നവനായിട്ടുള്ള ഒരു രാജാവ്. വആയിലും മുസ്തക്ബിറുൻ, ഒരു ദരിദ്രൻ, എന്നാൽ അവൻ അഹങ്കാരിയായിട്ടുള്ള ദരിദ്രൻ. ഈ മൂന്ന് കൂട്ടം ആളുകളാണെന്ന് പറഞ്ഞു. അതായത് ഒരു തിന്മയ്ക്ക് പലപ്പോഴും പല പ്രേരണകൾ ഉണ്ടാവും. അതായത് ഇതിൽ ഒന്നാമത് പറഞ്ഞ ഷെയ്ഖുൻ സാനി, വ്യഭിചാരിയായ വൃദ്ധൻ. വ്യഭിചാരം പോലെയുള്ള തിന്മയ്ക്ക് കൂടുതലായി താല്പര്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും യുവാക്കളായിരിക്കും. കാരണം അവരുടെ ശാരീരികമായ ഘടനയും അവസ്ഥയും അനുസരിച്ച് യുവാക്കൾക്കാണ് കൂടുതൽ അതിനോടുള്ള ശഹ്വത്ത് ഉണ്ടാവുക. വാർദ്ധക്യത്തിൽ എത്തുമ്പോഴേക്കും പൊതുവെ ആരോഗ്യത്തിൽ എന്തുണ്ടാകും? വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു കുറവ് സംഭവിക്കും. അപ്പോ തനിക്ക് പ്രത്യേകമായിട്ട് അതിലേക്ക് താല്പര്യപ്പെടുത്തുന്ന ഒരു കാര്യമില്ലാഞ്ഞിട്ടും തനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു സമയം എത്തിയിട്ടും അവൻ വ്യഭിചരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ആളുടെ. മൂന്ന് കൂട്ടരിലും ഇത് തന്നെയാണ് വിഷയം. അവർക്ക് യാതൊരു ആവശ്യമില്ലാഞ്ഞിട്ടും അവർക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടും അവരത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇസ്ലാമിൽ തന്നെ വിവാഹം കഴിക്കാത്ത ഒരാൾ വ്യഭിചരിച്ചാലും വിവാഹം കഴിച്ച ഒരാൾ വ്യഭിചരിച്ചാലും ശിക്ഷ രണ്ടെണ്ണമാണ്. കാരണം എന്താണ്? വിവാഹം കഴിച്ച ഒരു വ്യക്തിക്ക് അവന്റെ ആഗ്രഹം തീർക്കാൻ ഹലാലായിട്ടുള്ള ഒരു മാർഗം അവിടെ ഉണ്ട്. സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഹലാലായ ഒരു മാർഗം അവിടെ ഉണ്ട്. എന്നാൽ ഒരു വിവാഹിതനല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തില്ല? ഹലാലായ ഒരു മാർഗമില്ല. രണ്ടും ഗൗരവമുള്ള കുറ്റമാണെങ്കിൽ കൂടി ശിക്ഷയിൽ വ്യത്യാസം നമുക്കറിയാം. അതുപോലെയാണ് വൃദ്ധനായിട്ടുള്ള ഒരാൾ അവൻ വ്യഭിചരിക്കുന്നു എന്നുള്ളത് അവന് പിടിച്ചു നിർത്താൻ സാധിച്ചും ചെയ്യാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ ആള് വമലിക്കുൻ കദ്ദാബുൻ, കള്ളനായിട്ടുള്ള, കളവ് പറയുന്നവനായിട്ടുള്ള രാജാവ്. നമുക്കറിയാം, രാജാവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവന് കളവ് പറയേണ്ട ആവശ്യമില്ല. എല്ലാതിന്റെയും മേലെ അധികാരിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്.
അവന് കള്ളനാകേണ്ട ആവശ്യമില്ല, അവന്റെ മേലെ ആരൊന്നും ചോദ്യം ചെയ്യാനുമില്ല, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകും. എന്നിട്ടും ഈ നിലയ്ക്ക് കള്ളനും കളവ് പറയുന്നവനുമായിട്ട് ഒരാൾ മാറുന്നുണ്ടെങ്കിൽ അവനും നാളെ ഈ അവസ്ഥയാണ് ഉണ്ടാവുക. മൂന്നാമത്തെ ആള് വആയിലും മുസ്തക്ബിറുൻ. ആയില് എന്ന് പറഞ്ഞാൽ ഫഖീർ എന്നാണ് അർത്ഥം, ദരിദ്രൻ. അവൻ അഹങ്കാരിയായിട്ടുള്ളവൻ. ദാരിദ്ര്യമുള്ള ഒരുത്തിന് സ്വാഭാവികമായിട്ട് എന്തിന്റെ ആവശ്യമില്ല? അഹങ്കാരം കാണിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. സമ്പത്തുള്ള ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാവുമ്പോൾ അതിനൊരു തേട്ടം അവിടെ ഉണ്ട്. പക്ഷെ ദരിദ്രനായ ആൾക്ക് ഒരു തേട്ടമില്ല, എന്നിട്ടും അവൻ അഹങ്കാരിയാകുന്നുവെങ്കിൽ ഈ മൂന്ന് കൂട്ടം ആളുകൾ, അത് ഗൗരവമുള്ള വിഷയമാണ്. ഈ മൂന്ന് കൂട്ടം ആളുകളോട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയോ അവരെ ശുദ്ധീകരിക്കുകയോ അവരിലേക്ക് നോക്കുകയോ കാരുണ്യത്തിന്റെ ഒരു നോട്ടമുണ്ടാവുകയോ ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അടുത്ത ഹദീസ് വഅൻഹു റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈഹാനു വജൈഹാനു വൽഫുറാതു വന്നീലു കുല്ലും മിൻ അൻഹാരിൽ ജന്ന. സൈഹാൻ വജൈജാൻ ഇത് രണ്ട് അരുവികളാണ്. അത് ഷ്യാം അതുപോലെ തന്നെ തുർക്കി ഭാഗങ്ങളായിട്ടുള്ളതാണ്. ഫുറാത്ത് പറഞ്ഞ യൂഫ്രട്ടീസ്, അതും തുർക്കിയുടെ ഭാഗത്തായിട്ടുള്ളതാണ്. നീൽ എന്നുള്ളത് ഈജിപ്ത് ഭാഗത്തുള്ളതാണ്. ഈ നാല് അരുവികളെയും പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് കുല്ലും മിൻ അൻഹാരിൽ ജന്ന, സ്വർഗത്തിന്റെ അരുവികളിൽപ്പെട്ടതാണ്. ഇതിന്റെ ഹഖീഖത്ത് അല്ലാഹു അഅലം, നമുക്കറിയില്ല. സ്വർഗത്തിൽ നിന്നുള്ള അരുവികളാണെന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് സ്വർഗത്തിൽ നിന്ന് ഒഴുകി തുടങ്ങിയിട്ടുള്ള അരുവികളാണെന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. വേറെയും ചില ഹദീസുകളിൽ 7ാം ആകാശത്ത് സിദ്റത്തുൽ മുൻതഹയുടെ താഴ്ഭാഗത്ത് നിന്നാണ് ഈ അരുവികൾ ഒഴുകുന്നത് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന അരുവികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ അതിനെ വിശ്വസിക്കുക എന്നാണ് നമ്മുടെ മേലെയുള്ള ബാധ്യത. അതിന്റെ ഹഖീഖത്ത് നമുക്കറിയില്ല, എന്നിരുന്നാലും അത് സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്നതാണ്, അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ച് കാണാം. അടുത്തൊരു ഹദീസ് വഅൻ അബി സുലൈമാൻ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഖാല لقد انقطعت في يدي يوم مؤتة 9 أسياف. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് കേൾക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. വളരെ കാലം മുശ്രിക്കായിരുന്ന ഉഹുദ് യുദ്ധത്തിലെല്ലാം മുസ്ലിമീങ്ങളെ, ധാരാളം മുസ്ലിമീങ്ങളെ വധിച്ച, അഥവാ ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ജയിച്ചു എന്ന സന്ദർഭത്തിൽ പർവ്വതത്തിന്റെ പിൻഭാഗത്ത് നിന്ന് ആക്രമിക്കാൻ മുന്നിട്ട് വന്നവരിൽ 2 ആളുകളാണ് ഉണ്ടായിരുന്നത്. അവരുടെ നേതാക്കൾ ഒന്ന് ഖാലിദ് ഇബ്നു വലീദും 2 ഇക്രിമ ഇബ്നു അബീ ജഹലുമായിരുന്നു. രണ്ടുപേരും റളിയല്ലാഹു അൻഹുമ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഹുദൈബിയ സന്ധിയുടെ ആ സമയത്താണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്, ഇക്രിമ ഇബ്നു അബീ ജഹൽ മക്കം ഫതഹിന്റെ സമയത്തും. അപ്പോ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പറയാണ്, മുഅ്ത യുദ്ധം നടന്ന സന്ദർഭത്തിൽ ഇസ്ലാമിക ലോകത്തേക്ക് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പ്രവേശിച്ചത് മുതൽ ഇസ്ലാമിക സൈന്യത്തിന്റെ നേതൃത്വം ആരുടെ കയ്യിലാണ്? അമീർ ആരാണ്? ഖാലിദ് ഇബ്നു വലീദാണ്. ഒറ്റ യുദ്ധം പോലും തോറ്റിട്ടില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരൊറ്റ യുദ്ധം പോലും തോറ്റിട്ടില്ല. പലപ്പോഴും ശത്രുക്കളുടെ സൈന്യഭാഗത്ത് അപ്പുറത്ത് ഖാലിദ് ഉണ്ടോ, ഇസ്ലാമിക സൈന്യത്തിൽ ഖാലിദ് ഉണ്ടോ എന്ന് നോക്കി ഭയപ്പെടുമായിരുന്നു ഇസ്ലാമിക ലോകത്ത് യുദ്ധം നടക്കുമ്പോൾ. ആ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പറയാണ്, മുഅ്ത യുദ്ധ സന്ദർഭത്തിൽ 9 വാള് എന്റെ കൈകൊണ്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അതായത് യുദ്ധം ചെയ്തിട്ട് 9 വാള് പൊട്ടിപ്പോയിട്ടുണ്ട്. ഫമാ ബഖിയ ഫീ യദി ഇല്ലാ സഫീഹത്തുൻ യമാനിയ്യുൻ. എന്റെ കയ്യിൽ ബാക്കിയായത് യമനിൽ നിന്നുണ്ടാക്കിയ ഒരു വാള് മാത്രമാണ് എന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഹദീസ് അറിയിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ അങ്ങേയറ്റത്തെ ധൈര്യവും അങ്ങേയറ്റത്തെ യുദ്ധപാഠവുമെല്ലാമാണ്. കാരണം അദ്ദേഹം അത്രയധികം യുദ്ധം ചെയ്യുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഷഹീദായി മരണപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എടുത്തിട്ടുണ്ട്. അപ്പൊ ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ ഹുറൈറ കരയാണ്. അപ്പൊ എന്താണ് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, എന്റെ ശരീരത്തിൽ ഒരു 4 വിരലോ ഒരു കൈ വെക്കാൻ സ്ഥലമില്ല, ഒരു മുറിപ്പാടില്ലാത്ത ഒരു സ്ഥലം എന്റെ ശരീരത്തിലില്ല. യുദ്ധം ചെയ്ത് ഒരുപാട് മുറിപ്പാടുകളായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ കിടക്കയിൽ കിടന്നിട്ടാണല്ലോ മരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ വിരിപ്പിലാണല്ലോ മരിക്കുന്നത്, ഷഹീദായി മരിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന വിഷമാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ നാവുമായിട്ട് പറയുന്നത് സൈഫുല്ലാഹിൽ മസ്ലൂൽ എന്ന ഊരപ്പെട്ട അള്ളാഹുവിന്റെ വാളെന്നറിയപ്പെടുന്ന സ്വഹാബിയാണ്. അപ്പൊ അദ്ദേഹം അത്രയധികം ശ്രേഷ്ഠനായിട്ടുള്ള സ്വഹാബിയായിരുന്നു, ധീരനായിരുന്നു, യുദ്ധപാഠവുമുള്ള വ്യക്തിയായിരുന്നു, മുസ്ലിം സൈന്യത്തിന്റെ നേതാവായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോളം. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അദ്ദേഹത്തെ മാറ്റാനുള്ള കാരണം
ഉമർ റളിയല്ലാഹു അൻഹു മരണസമയത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആളുകളൊക്കെ പറയാൻ തുടങ്ങി ഖാലിദ് കാരണമാണ് മുസ്ലിം സൈന്യം ജയിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉജുബ് ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നിങ്ങളെ മാറ്റിയത് എന്ന് പിന്നീട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ അമീറാക്കി വെക്കുകയും ചെയ്തത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഫضل, അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കണം. വളരെയധികം ഉപകാരപ്പെടുന്ന, നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ചരിത്രമാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ. അടുത്ത ഹദീസ് وعن عمرو بن العاص رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول, عمرو بن العاص رضي الله عنه പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, إذا حكم الحاكم فاجتهد ثم أصاب فله أجران وإذا حكم واجتهد فأخطأ فله أجر. إذا حكم الحاكم, ഒരു വിധി കൽപ്പിക്കുന്ന ഒരാൾ, ഒരു കോടതിയിലാവട്ടെ, ഇസ്ലാമിക നാട്ടിലെ കോടതിയിലാവട്ടെ, അതല്ലെങ്കിൽ ദീനിന്റെ ഏതെങ്കിലും വിഷയം പഠിക്കുന്ന മുജ്തഹിദായിട്ടുള്ള ഒരു പണ്ഡിതനാവട്ടെ, അദ്ദേഹം ഒരു വിഷയത്തിൽ കഠിനമായി പരിശ്രമിച്ച് ഫജ്തഹദ, ശരിയേതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തെളിവുകൾ പരിശോധിച്ചു, അതുപോലെ പ്രമാണങ്ങൾ പരിശോധിച്ചു, അങ്ങനെ അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി അദ്ദേഹം പരിശ്രമിച്ചു. തുമ്മ അസ്വാബ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞ തീരുമാനം ശരിയായി. ഒരു കോടതിയിലെത്തിയൊരു കേസ്, അദ്ദേഹം എല്ലാ സാഹചര്യങ്ങളും തെളിവുകളും പരിശോധിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തി, അല്ലെങ്കിൽ ദീനിന്റെ ഒരു മസ്അല, അതിന്റെ പ്രമാണം പരിശോധിച്ചൊരു ഒരു തെളിവിലെത്തി, ഒരു കാര്യത്തിലെത്തി, അത് ശരിയായി കഴിഞ്ഞാൽ ഫലഹു അജ്റാൻ, അവനെന്തുണ്ട്, 2 പ്രതിഫലമുണ്ട്. ഒന്ന് പരിശ്രമിച്ചതിനുള്ള പ്രതിഫലം, 2 ശരിയായതിനുള്ള പ്രതിഫലം. വൈദാ ഹകമ വജ്തഹദ, മറ്റൊരാൾ അവൻ കഠിനമായി പരിശ്രമിച്ചു, ശരിയേതാണെന്ന് കണ്ടുപിടിക്കാൻ കഠിനമായി പരിശ്രമിച്ചു, പക്ഷെ എന്തായി, അവന് തെറ്റാണ് പറ്റിയത്, അവന് മസ്അലയിൽ തെറ്റാണ് പറ്റിയത്, ഫലഹു അജ്റുൻ, അവനെന്താണ്, ഒരു പ്രതിഫലം ഉണ്ടാവും, അവന് ഒരു പ്രതിഫലം ഉണ്ടാവും, അവൻ പരിശ്രമിച്ചു എന്നുള്ളത്. ഇത് ഉലമാക്കൾക്കും ഫുഖഹാക്കൾക്കും അതുപോലെ തന്നെ ഹാക്കിമുകൾ അഥവാ വിധി കൽപ്പിക്കുന്ന ആളുകൾ, ഇവർക്കെല്ലാമുള്ള മഹത്തായിട്ടുള്ള ഒരു പ്രേരണയാണ്. കാരണം ഒരു മനുഷ്യനാണ്, അവർക്ക് കഠിനമായി പരിശ്രമിക്കാൻ, തെളിവുകൾ പരിശോധിക്കാം, അതെല്ലാം ചെയ്യാം. പക്ഷേ തെറ്റിയാലും അവരെ പരിശ്രമിച്ചു എന്നുള്ളതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. وعن عائشة رضي الله عنها أن النبي صلى الله عليه وسلم قال الحمى من فيح جهنم فأبردوها بالماء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹുമ്മ, പനി എന്നുള്ളത് മിൻ ഫൈഹി ജഹന്നം, നരകത്തിന്റെ തീയിന്റെ ചൂടിൽ നിന്നൊരു ചൂടാണ്. ഫഅബ്രിദൂഹാ ബിൽമാ, നിങ്ങൾ അതിനെ വെള്ളം കൊണ്ട് തണുപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് സാധാരണയായി ധാരാളം ആളുകൾക്ക് വരുന്ന രോഗമാണെന്ത്, പനി എന്നുള്ളത്. പനി എന്നുള്ള രോഗത്തെ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ പഠിക്കുകയാണെങ്കിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന, അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന ഒരു കാര്യമാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഒരു കിതാബ് തന്നെ ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. പനി ബാധിച്ചവനുള്ള ബശാറത്ത്, സന്തോഷ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിതാബ് തന്നെ, അതിന്റെ റിവായത്തുകളെല്ലാം കൊടുത്തിട്ട് കാണാൻ സാധിക്കും. കാരണം പനി വരുന്ന ആളുകൾ, ഇടക്കിടക്ക് പനിയും തലവേദനയും എല്ലാം വരുന്ന ആളുകൾ, അത് ഈമാനിന്റെയും സ്വർഗാവകാശികളുടെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഒരു ദിവസം ഒരു അറാബി ആ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് ഉമ്മുമിൽദം ബാധിക്കാറുണ്ടോ ചോദിച്ചു. എന്താ ചോദിച്ചു, എന്താ ഉമ്മുമിൽദം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് ഈ തൊലിയുടെയും മാംസത്തിന്റെയും ഇടയിൽ ഉണ്ടാവുന്ന ചൂടാണ്, അത് ഉണ്ടാവാറുണ്ടോ, പനിയാണ് ഉദ്ദേശം. പറഞ്ഞു, എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ തലവേദന ഉണ്ടാവാറുണ്ടോ ചോദിച്ചു. സുധാ ഉണ്ടാവാറുണ്ടോ ചോദിച്ചു. അതെന്താ ചോദിച്ചു. ഞരമ്പ് ഇങ്ങനെ വിങ്ങിപ്പൊട്ടുന്നത് പോലെ വേദന ഉണ്ടാവാറുണ്ടോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒന്നും ബാധിക്കാറില്ല. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും നരകാവകാശിയായ ഒരാളെ കാണണമെങ്കിൽ അയാളെ നോക്കുക എന്ന് പറഞ്ഞു. ഇത് നിരുപാധികം പനിയും തലവേദനയും വരാത്ത ആളുകൾക്ക് നരകാവകാശിയാന്നല്ല. ഈ വ്യക്തി എന്താണ്, തിന്മ ചെയ്യുന്ന ഒരാളാണ്, തിന്മകൾ സംഭവിക്കുന്ന ഒരാളാണ്. അയാളുടെ തിന്മകൾ പുറത്തു കിട്ടാൻ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അയാൾക്ക് എന്താ ഉണ്ടാവുന്നില്ല, ഒരു രോഗമോ ബുദ്ധിമുട്ടോ വേദനയോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മനസ്സിലാക്കുന്നു, നാളെ പരലോകത്തേക്ക് ഇവന്റെ ശിക്ഷയെ മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ പനി എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഒരു മാർഗമാണ്. ഇവിടെ പറയാണ്, ആർക്കെങ്കിലും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ നരകച്ചൂടിന്റെ ഒരു ഭാഗമാണ്. ഒരുപക്ഷെ നരകത്തിലെ ശിക്ഷയുടെ അതിന് കുറച്ചു കിട്ടാനുള്ള ഭാഗമായിട്ടായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് പറയാണ്, ഫഅബ്രിദൂഹാ ബിൽമാ, നിങ്ങൾ അത് വെള്ളം കൊണ്ട് തണുപ്പിക്കുക എന്ന് പറഞ്ഞു.
പനി ബാധിച്ചാൽ അവന് ചെയ്യേണ്ട ഒരു കാര്യമാണ് തണുത്ത വെള്ളം കൊണ്ട് അവൻ കുളിക്കുക. കാരണം അവന്റെ ആ ശരീരത്തിന്റെ ചൂട് കുറയാനും അതിൽ നിന്ന് ഒരു സമാധാനമേകാനും അത് കാരണമാകും. പല ഉലമാക്കളും ഈ ഹദീസിനെ വിശദീകരിച്ചു. തിബ്ബുൻ നബി പോലെയുള്ള കിതാബുകളിൽ ഇതിന്റെ ഗുണങ്ങൾ, പനിയുള്ള ആളുകൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. അപ്പോ പനി എന്നുള്ളതിന് ചെയ്യേണ്ട, ഒരു മുസ്ലിം ചെയ്യേണ്ട കാര്യത്തിൽ പെട്ടതാണ് തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത്. അത് അതിന് സമാധാനമേകുന്ന, അതിന് കുറവുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത ഹദീസ് അൻഹ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്നു. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഅലൈഹി സൗമുൻ സാമ അൻഹു വലിയുഹു. ആരെങ്കിലും മരണപ്പെടുകയാണ്, അവന് നോമ്പുണ്ട്, നോമ്പ് എടുക്കാതെ വിട്ടുപോയിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ അവന്റെ വലിയ, അവന്റെ അടുത്ത കുടുംബക്കാരോ അവന്റെ അനന്തരാവകാശിയോ എല്ലാം ആ നോമ്പ് എടുത്തു വിട്ടേണ്ടതാണ്. ഈ ഹദീസിൽ ഒരു മസാല, നോമ്പുമായി ബന്ധപ്പെട്ട ഒരു മസാല പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഹദീസിൽ നോമ്പെടുത്ത് വീട്ടണമെന്ന് പറഞ്ഞത് റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പാണോ അതോ നേർച്ച ചെയ്തുകൊണ്ടുള്ള നോമ്പാണോ? ഒരുപാട് ഉലമാക്കൾ റമളാനിലെ നോമ്പുമായി ബന്ധപ്പെട്ടതല്ല, ഇത് നേർച്ച ചെയ്തിട്ടുള്ള നോമ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതായത് ഒരാൾ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, നെതിർ പറഞ്ഞാൽ എന്താണ്? ഒരാൾ പറയാണ്, ഞാൻ 10 ദിവസം അള്ളാഹ് നിനക്ക് വേണ്ടി നോമ്പ് വെൽക്കാം, അല്ലെങ്കിൽ ഞാൻ ഇത്ര ദിവസം അള്ളാഹ് നിനക്ക് വേണ്ടി നോമ്പ് വെൽക്കാം എന്നെല്ലാം സ്വന്തത്തിൽ നിർബന്ധമില്ലാത്ത ഐച്ഛികമായ ഒരു കാര്യത്തെ സ്വന്തത്തിൽ നിർബന്ധമാക്കുന്നതിനാണ് എന്ത് പറയാ, നേർച്ച എന്ന് പറഞ്ഞ. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയിട്ട് നേർച്ച ചെയ്യാൻ പാടുള്ളൂ, വേറൊരാൾക്കിടെ തൃപ്തിക്കോ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നേർച്ച ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്. അങ്ങനെ അള്ളാഹുവിൽ ഒരാൾ നേർച്ച ചെയ്യുകയാണ്, നോമ്പ് നോൽക്കാമെന്ന് നേർച്ച ചെയ്യുകയാണെങ്കിൽ, അയാൾക്കത് ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പിൽ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ വലിയ, അയാളുടെ അനന്തരാവകാശി അല്ലെങ്കിൽ അയാളുടെ അടുത്ത കുടുംബക്കാർ എന്നിവർ ആ നോമ്പ് എന്ത് ചെയ്യണം, നോറ്റ് വിട്ടണം. അയാൾ എത്രയാണോ നോമ്പെടുത്തിട്ടുള്ളത് നോറ്റ് വിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, എന്റെ ഉമ്മ 1 മാസം നോമ്പ് നോൽക്കാം, അല്ലെങ്കിൽ എന്റെ ഉപ്പ, അത് മാതാപിതാവോ 1 മാസം നോമ്പ് നോൽക്കാം എന്ന് ഒരു ദിവസത്തെ നോമ്പുണ്ട്, അപ്പോ അത് ചെയ്തിട്ടില്ല, അപ്പൊ ഞാനത് എടുത്തു വീട്ടണോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, നിന്റെ മാതാപിതാക്കൾക്ക് കടമുണ്ടായിരുന്നെങ്കിൽ നീ അത് വീട്ടുമോ എന്ന് ചോദിച്ചു. അപ്പൊ വീട്ടെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിനായിട്ടുള്ള കടമാണ് ഏറ്റവും ഹഖായിട്ടുള്ളത്, ഏറ്റവും വീട്ടേണ്ടത് അതാണ്. അപ്പൊ അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള ആ കരാർ അത് വീട്ടേണ്ടത് വലിയകളുടെ ബാധ്യതയാണ്. ഇനി ചില പണ്ഡിതന്മാർ അത് റമളാനിന്റെ നോമ്പിനും ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്, അത് ആർക്കാണ്? റമളാനിലെ നോമ്പ് ഒരാൾക്ക് നോൽക്കാൻ സാധിച്ചിട്ടില്ല, അയാൾ 2-3 തരത്തിൽ വരാം, രോഗിയാവാം, യാത്രക്കാരനാകാം, എന്താവട്ടെ. അതിൽ രോഗിയുടെ അവസ്ഥ എടുക്കാം. രോഗിയുടെ അവസ്ഥ, അയാൾക്ക് രോഗം മാറില്ല എന്ന് ഉറപ്പുള്ള രോഗിയാണെങ്കിൽ, അത്രയും പ്രായാധിക്യത്തിലെത്തിയിട്ടുള്ള, ഇനി മാറാൻ സാധ്യതയില്ലാത്ത, ഒരു പ്രതീക്ഷയുമില്ലാത്ത രോഗമാണെങ്കിൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്? അയാൾ ഓരോ നോമ്പിനും ഭക്ഷണം നൽകുകയാണ് വേണ്ടത്. അയാൾ ഭക്ഷണം നൽകണം. അത് അയാൾക്ക് എടുക്കാൻ സാധിക്കാതെ മരണപ്പെട്ടാലും അതിന്റെ വലിയകൾ ആ ഭക്ഷണം നൽകണം, നഷ്ടപ്പെട്ട നോമ്പിലുള്ള ഭക്ഷണം നൽകണം ഓരോ ദിവസത്തിനുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരാൾക്ക് രോഗം വന്നു, മാറുമെന്നുള്ള പ്രതീക്ഷയുള്ള രോഗമാണ്, മാറുമെന്ന് പ്രതീക്ഷയുള്ള ഒരു രോഗമാണ്, അത് കാരണത്താലാണ് നോമ്പ് നഷ്ടപ്പെടുന്നത്, അത് കാരണത്താൽ നോമ്പ് നഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് 2 അവസ്ഥ വരാം. ഒന്ന്, ഈ രോഗം തുടർന്നുകൊണ്ട് റമളാൻ കഴിഞ്ഞു, ആ രോഗം മാറിയിട്ടില്ല, ആ രോഗത്തിൽ തന്നെ അയാൾ മരണപ്പെട്ടു, ആ രോഗത്തിൽ തന്നെ അയാൾ മരണപ്പെട്ടു. ഇങ്ങനെയുള്ള ആൾക്ക് മറ്റുള്ളവർ നോമ്പ് നോറ്റുവിട്ടുകയോ അല്ലെങ്കിൽ അതിന് പകരം ഭക്ഷണം കൊടുക്കുകയോ ഒന്നും വേണ്ട. കാരണം അയാൾ റമളാനിൽ പ്രവേശിക്കാത്തവനെ പോലെയാണ്. കാരണം റമളാനിലെ നോമ്പ് നിർബന്ധമാകാനുള്ള ആരോഗ്യം അയാൾക്ക് ഉണ്ടായിട്ടില്ല, അത് തിരിച്ചു പിടിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അപ്പൊ അയാളുടെ നോമ്പ് നോറ്റുവിട്ടുകയോ ആ നോമ്പ് നഷ്ടപ്പെട്ടതിന് ഭക്ഷണം നൽകുകയോ ഒന്നും ആവശ്യമില്ല. മാറാൻ പ്രതീക്ഷയുള്ള രോഗങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഇനി ഇതേ ആൾക്ക് വേറെ അവസ്ഥ വരാം. അയാൾക്ക് മാറാൻ പ്രതീക്ഷയുള്ള ഒരു രോഗം വന്നു, റമളാനിൽ കുറച്ച് നോമ്പ് പോയി, പിന്നെ ആ രോഗം മാറി, അല്ലെങ്കിൽ റമളാൻ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ രോഗം മാറി, പിന്നെ 1-2 മാസം അയാൾ ജീവിച്ചിട്ട് പിന്നെ മരണപ്പെട്ടു. അയാള് അലസത കാണിച്ചുകൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ മരണപ്പെട്ട ഒരാളുടെ നോമ്പ് എന്ത് ചെയ്യണം? അയാളുടെ കുടുംബക്കാർ നോറ്റ് വീട്ടണം, അതല്ലെങ്കിൽ അതിന് പകരം കഫാറത്തായിട്ട് ഭക്ഷണം നൽകുകയും വേണം. അതാണ് ഈ ഹദീസിൽ നിന്നുള്ള മസ്അലയിലുള്ള ചർച്ച. ഒന്നാമത്തെ എന്താണ് പറഞ്ഞത്? രോഗം മാറുമെന്നൊരു പ്രതീക്ഷയില്ലാത്തൊരു വ്യക്തി, അയാളുടെ രോഗം മാറില്ല, അത്രയും അങ്ങനെ മൂർച്ഛിച്ച പ്രായാധിക്യമാണെങ്കിൽ അയാളുടെ ഭക്ഷണം നൽകിയാണ് വേണ്ടത്.
രണ്ടാമത്തേത് രോഗം മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗം. അയാൾ ആ രോഗത്തിലായിക്കൊണ്ട് തന്നെ റമദാൻ കഴിഞ്ഞ് മരിച്ചാൽ അയാളുടെ മേലെ ഒന്നുമില്ല. അയാളുടെ നോമ്പ് നോറ്റ് വീട്ടേണ്ട ആവശ്യമില്ല, അയാൾക്ക് കഫാറത്ത് നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ രോഗം മാറിയിട്ട് നോറ്റ് വീട്ടാനുള്ള സമയവും ലഭിച്ചിട്ട് അലസത കാരണം നോറ്റ് വീട്ടാത്തൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് പകരം കുടുംബക്കാർ നോറ്റ് വീട്ടുകയും അതല്ലെങ്കിൽ ഭക്ഷണം നൽകുകയും വേണം. ഇതാണ് ഈ ഹദീസിൽ നിന്നുള്ള മസ്അല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ മാത വഅലൈഹി സൗമുൻ, ആരെങ്കിലും മരിക്കുകയാണ് അവന്റെ മേലെ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ സ്വമ അൻഹു വലിയുഹു, അവന്റെ കുടുംബക്കാർ, അവന്റെ അനന്തരാവകാശിയ നോമ്പ് നോറ്റ് വീട്ടട്ടെ. അടുത്ത ഹദീസ് وعن عوف بن مالك بن الطفيل أن عائشة رضي الله عنها حدثت أن عبد الله بن الزبير رضي الله عنهما قال في بيع أو عطاء أعطته عائشة رضي الله تعالى. അതായത് ഒരിക്കല് അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹു എന്തോ ഒരു കച്ചവടം ചെയ്തതിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തോ ഒരു നൽകിയതിന്റെ പേരിലോ ഒരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം പറയുകയുണ്ടായി, വല്ലാഹി ലതൻതഹിയന്ന ആയിഷ ഔ ലഅഹ്ജുറന്ന അലൈഹ, ആയിഷ റളിയല്ലാഹു അൻഹ ഇത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയെ ഹജ്ർ ചെയ്യും, ആയിഷ റളിയല്ലാഹു അൻഹ മിണ്ടില്ല എന്ന് പറഞ്ഞു. ഖാലത്ത്, അപ്പൊ ഇത് ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടു. അഹുവ ഖാല ഹാദാ, അബ്ദുല്ലാഹ് ബിൻ സുബൈർ ഇങ്ങനെ പറഞ്ഞോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖാലത്ത്, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹുവ ലില്ലാഹി അലയ്യ നദ്റുൻ അൻ ലാ ഉകല്ലിമ ഇബ്നു സുബൈർ അബദാ, ഞാനിതാ അള്ളാഹുവിനെ കൊണ്ട് ഒരു നേർച്ച ചെയ്യുകയാണ്, ഞാൻ ഒരിക്കലും അബ്ദുല്ലാഹ് ബിൻ സുബൈറിനോട് മിണ്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആയിഷ ബിയുടെ ആരാണ്? ആയിഷ ബിയുടെ താത്തയായ അസ്മാ ബിയുടെ മകനാണ് ആര്? അബ്ദുല്ലാഹ് ബിൻ സുബൈർ. അതായത് അബ്ദുല്ലാഹ് ബിൻ സുബൈറിന്റെ നാട്ടിൽ പറഞ്ഞാൽ ഉമ്മാന്റെ അനിയത്തിയാണ് ആര്? ആയിഷ ബി. അവൻ തമ്മിലാണ് പ്രശ്നം നടക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന അധിക ഹദീസും ഉദ്ധരിച്ചിട്ടുള്ള ആരാണ്? അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് അള്ളാന്റെ മേലെ നേർച്ച ചെയ്ത് പറഞ്ഞു, ഞാൻ ഒരിക്കലും അബ്ദുല്ലാഹ് ബിൻ സുബൈറിനോട് മിണ്ടില്ല എന്ന് പറഞ്ഞു. فاستشفع ابن الزبير إليها حين طالت الهجرة, അങ്ങനെ ആ ഹജ്ർ ചെയ്തത് മിണ്ടാതിരിക്കുന്നത് കുറെ ദിവസമായപ്പോ ഇബ്നു സുബൈർ എന്ത് ചെയ്തു? ആളുകളെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചു, ഇതൊന്ന് ഒഴിവാക്കാൻ, ഒന്ന് മിണ്ടാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്യിപ്പിച്ചു. فقالت ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, لا والله لا أشفع فيه أبدا, ഇല്ല ഒരിക്കലും അബ്ദുല്ലാഹ് ബിൻ സുബൈർ കൊണ്ടുവരുന്ന ഒരു ശുപാർശകന് ശുപാർശയും സ്വീകരിക്കില്ല, ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞു. വലാ തഹന്നസു ഇലാ നദ്രി എന്ന് പറഞ്ഞു, എന്റെ നേർച്ച ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. فلما طال ذلك على ابن الزبير كلم المسور بن مخرمة وعبد الرحمن بن الأسود بن عبد يغوث. അങ്ങനെ ഇത് കുറെ കാലം ഉണ്ടാതിരുന്നപ്പോ അബ്ദുല്ലാഹ് ബിൻ സുബൈർ രണ്ട് സഹാബികളോട് പോയിട്ട് ഈ കാര്യം പറഞ്ഞു, ഒന്ന് ഇടയിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി. ഒന്ന് മിസ്വർ ബിൻ മഖ്റമ എന്നുള്ള സഹാബിയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ അസ്വദ് ബിൻ അബ്ദി യഗൂസ് എന്ന് പറയുന്ന സഹാബിയും. വഖാല ലഹുമാ, അവർ രണ്ടുപേരോട് അബ്ദുല്ലാഹ് ബിൻ സുബൈർ പറഞ്ഞു, അൻഷദുകുമല്ലാഹ് ലമാ അദ്ഖൽതുമാനി അലാ ആയിഷ റളിയല്ലാഹു അൻഹാ, ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അള്ളാഹനെ മുൻനിർത്തി ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എന്നെ ആയിഷ ബിയുടെ അടുക്കിലേക്ക് ഒന്ന് എത്തിക്കണം, ആയിഷ ബിയുടെ അടുക്കിലേക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. ഫഇന്നഹാ ലാ യഹില്ലു ലഹാ അൻ തൻദിറ ഖതിഅതി, എന്നെ ബന്ധം മുറിച്ചിട്ടുള്ള നേർച്ച അവർ ഒഴിവാക്കുന്നില്ല എന്ന് പറഞ്ഞു. فأقبل به المسور وعبد الرحمن حتى استأذن على عائشة. അങ്ങനെ ഈ രണ്ട് സഹാബികള് അബ്ദുല്ലാഹ് ബിൻ സുബൈറിനെയും കൂട്ടിക്കൊണ്ട് എവിടെ വന്നു? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയുടെ മുമ്പിൽ വന്നു. അവിടെ നബിസ്വല്ലല്ലാഹു പത്നിമാരുടെ കാര്യം നമുക്കറിയാം, വേറെ ആളുകളിൽ നിന്ന് പ്രത്യേക ഹിജാബ് ധരിച്ചിട്ടുണ്ടാവും. അഥവാ വീട്ടിലേക്ക് വന്നാൽ പോലും ആരെ കാണാൻ പറ്റാറില്ല? ഉമ്മമാരെ നേരിട്ട് കാണാൻ പറ്റാറില്ല, ആയിഷാബിനെ നേരിട്ട് കാണില്ല, വേറെ ഹിജാബ് ഉണ്ടാകും. അപ്പോ വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറാൻ തന്നെ ഇവര് 3 പേരും വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് സഹാബികളിൽ ആ രണ്ട് സഹാബിമാര് ചോദിച്ചു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അനദ്ഖുൽ, ഉമ്മാനോട് പറയാണ്, സലാം പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ കയറട്ടെ എന്ന് ചോദിച്ചു. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കേറിക്കോളൂ ദുഖുലു എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ അറിയില്ല ആരുണ്ട് എന്ന്, അബ്ദുല്ലാഹ് ബിൻ സുബൈർ ഇവരൊപ്പുണ്ടെന്ന് അറിയില്ല, കേറിക്കോളം പറഞ്ഞു. ഖാലു കുല്ലുന, അപ്പൊ രണ്ട് സഹാബികൾ ചോദിച്ചു ഞങ്ങൾ എല്ലാവരും കയറട്ടെ? ഖാലത്ത് നഅം ഉദ്ഖുലു കുല്ലുക്കും, നിങ്ങൾ എല്ലാവരും കേറിക്കോളും പറഞ്ഞു. വലാ തഅലമു അന്ന മഅഹുമാ ഇബ്നു സുബൈർ, അബ്ദുല്ലാഹ് ബിൻ സുബൈർ ഒപ്പുണ്ടെന്ന് ആയിഷ ബിക്ക് അറിയില്ല. فلما دخل ابن الزبير الحجاب فاعتنق عائشة رضي الله عنها, വീട്ടിന്റെ അകത്ത് കയറിയപ്പോ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നേരെ ആയിഷ ബിയുടെ മറ ഹിജാബിന്റെ ഉള്ളിലേക്ക് ആയിഷ റളിയല്ലാഹു ഉള്ളിലേക്ക് കയറി.
കാരണം എന്താണ്? ഉമ്മാന്റെ സഹോദരിയാണ്, മഹ്റമാണ്. നേരെ അകത്തേക്ക് കയറിയിട്ട് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഫതഫിഖ യുനാശിദുഹാ യബ്കി, കരഞ്ഞുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അബ്ദുല്ലാ ബിൻ സുബൈർ മിണ്ടാതിരിക്കുകയാണ്, കുറെ കാലമായി മിണ്ടാതിരുന്നിട്ട്. കാരണം ഇവരമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞല്ലോ, ഹദീസുകൾ ഉദ്ധരിക്കുന്നതിൽ അബ്ദുല്ലാ ബിൻ സുബൈർ വഴിയാണ് ആയിഷാബിയുടെ അധിക ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്, റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അബ്ദുല്ലാ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആയിഷാബിയെ പറ്റി പുകഴ്ത്തി ബൈത്തുകൾ എഴുതിയിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത്ര നല്ല ബന്ധമുള്ളവരാണ്. ഇവരമ്മിലാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അബ്ദുല്ലാ ബിൻ സുബൈർ ആയിഷാബിയെ, തന്റെ ഉമ്മാന്റെ സഹോദരിനെ, ഉമ്മാന്റെ സ്ഥാനത്തുള്ള ഖാലത്താണ്, പിന്നെ കെട്ടിപ്പിടിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഫതഫിഖൽ മിസ്വർ വഅബ്ദുറഹ്മാൻ യുനാശിദാനിഹാ ഇല്ലാ കല്ലമത്ഹു വഖബിലത് മിൻഹു. പുറത്ത് നിന്നുകൊണ്ട് ഈ രണ്ട് സ്വഹാബിമാരും സംസാരിക്കാൻ തുടങ്ങി ആയിഷാ ബീവിനോടൊന്ന് മിണ്ടാൻ വേണ്ടിയിട്ട്. വയഖൂലാൻ, ഈ പുറത്ത് നിന്ന് ഇവർ പറഞ്ഞു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അമ്മാ ഖദ് അലിമത് മിനൽ ഹിജ്റ. ഒരു മുസ്ലിം തമ്മിൽ മിണ്ടാതിരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. വലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ 3 ലയാലിൻ. ഒരു മുസ്ലിമിന് തന്റെ സഹോദരനോട് 3 രാത്രികളിൽ കൂടുതൽ മിണ്ടാതിരിക്കാൻ പറ്റൂല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലമ്മാ അക്സറു അലാ ആയിഷ മിന അത്‌തദ്കിറതി വതഹ്രീജ്, ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കുറെ നേരം പറഞ്ഞപ്പോ തഫിഖത് തുദക്കിറുഹുമാ വതബകി, ആയിഷാ ബി എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. അവർ ഓർമ്മപ്പെടുത്തിയത് ആലോചിച്ചിട്ട് കരയാൻ തുടങ്ങി. വതഖൂൽ, എന്നിട്ട് പറഞ്ഞു, ഇന്നി നദർതു വന്നദ്റു ഷദീദ്, ഞാനൊരു നേർച്ച നേർന്നു, അത് വളരെ ഗൗരവമുള്ള കാര്യമായി പോയി. ഫലം യസാല ബിഹാ ഹത്താ കല്ലമത് ഇബ്നു സുബൈർ, ഈ ഇബ്നു സുബൈറിനോട് മിണ്ടുന്ന വരെ തുടർന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. വഅതഖത് ഫീ നദിഹാ ദാലിക 40 റഖബ, ആ നേർച്ച തെറ്റിച്ചതിന്റെ പേരിൽ 40 അടിമകളെ ആയിഷ റളിയല്ലാഹു അൻഹ മോചിപ്പിച്ചു. വകാനത് തദ്കുറു നദ്റഹാ ബഅദ ദാലിക, ഈ ഒരു കാര്യം പിന്നീട് എല്ലാം ഓർമ്മിപ്പിക്കുമ്പോൾ ഫതബ്കി ഹത്താ തബില്ല ദുമൂഉഹാ ഖിമാറഹാ, തന്റെ ഖിമാർ നനയുവോളം ആയിഷ റളിയല്ലാഹു അൻഹ കരയുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ്. ഒന്ന്, ഏതൊരു വ്യക്തിക്കും അബദ്ധങ്ങൾ സംഭവിക്കാമെന്നുള്ളതാണ്, തെറ്റുകൾ സംഭവിക്കാമെന്നുള്ളതാണ്. വൈകാരികമായിട്ടുള്ള ചില അവസ്ഥയിൽ ചില തെറ്റുകൾ പലർക്കും സംഭവിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ യഥാർത്ഥത്തിൽ ആ പറഞ്ഞ വാക്ക്, ഇനി മിണ്ടില്ല എന്ന് പറഞ്ഞത്, അത് 3 ദിവസത്തിൽ കൂടുതൽ മിണ്ടാതിരിക്കാൻ പാടില്ല ഒരു മുസ്ലിം. പക്ഷെ ഇത് അത്രയും അടുത്ത ബന്ധമാണ്. ഇവരമ്മിലുള്ള ബന്ധം ഹദീസ് പഠിക്കുന്ന ആളുകൾക്കറിയാം, ഹദീസിന്റെ റിവായത്തുകൾ പഠിക്കുമ്പോൾ അറിയാം. ഇവർ തമ്മിൽ അബ്ദുല്ലാ ബിൻ സുബൈർ ആയിഷ റളിയല്ലാഹു അൻഹു അതീവ ബന്ധമുള്ളതാണ്. സ്വന്തം ഉമ്മാന്റെ സ്ഥാനത്തുള്ള ഉമ്മയും മകനെയും പോലുള്ള ആളുകളാണ്. അപ്പൊ ഇവര് മിണ്ടാതിരിക്കണം എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമുള്ള വിഷയമായിരിക്കും, എത്ര ആഴത്തുള്ള വിഷയമായിരിക്കും. അത് ഏതൊരു മനുഷ്യനും പറ്റാവുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഒരു മുസ്ലിമിന് അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ ചില സമയത്ത് അവന് ഗഫലത്തിലാകും, ചില കാര്യങ്ങൾ അവൻ മറന്നുപോകും, അവനെ ഓർമ്മിപ്പിക്കണം എന്നുള്ളതാണ്. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹയെ ഈ 2 സ്വഹാബികൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എടുത്തു പറയാണ്. ഓരോ ഹദീസുകൾ പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ റസൂല്, 3 ദിവസത്തിൽ മിണ്ടാതിരിക്കാൻ പാടില്ലല്ലോ, പറഞ്ഞു ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നേർച്ച ചെയ്ത ഒരു കാര്യം അതിനേക്കാൾ ഖൈറായതൊരു കാര്യം കണ്ടാൽ ഈ നേർച്ച ഒഴിവാക്കാം. നമ്മൾ മുമ്പേ വേറെയും ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു കാര്യം നേർച്ച ചെയ്യാം. പക്ഷെ ആ നേർച്ചയേക്കാൾ ഖൈറായ ഒരു കാര്യം നമ്മൾ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ നേർച്ച ഒഴിവാക്കാം, എന്നിട്ട് അത് ചെയ്യാവുന്നതാണ്. ഇവിടെ അങ്ങനെ ഒരു ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്ന് മനസ്സിലായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നേർച്ച ഒഴിവാക്കി. അതുപോലെ തന്നെ ഒരാൾ കഫാറത്തുൽ ഐമൻ, ഒരാൾ നേർച്ച ചെയ്തു അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു, അതവൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ഒഴിവാക്കിയാണെങ്കിൽ കഫാറത്ത് നൽകണം, ഒരു അടിമയെ മോചിപ്പിച്ചാൽ മതി. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ ആ ദുഃഖം കാരണത്താൽ 40 അടിമകളെ മോചിപ്പിക്കുകയുണ്ടായി. 40 അടിമകളെ മോചിപ്പിച്ചു. മറ്റൊരു കാര്യം, തന്റെ തെറ്റുകളെ കുറിച്ച് ഓർത്തുള്ള വിഷമമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ കാര്യം എപ്പോഴെല്ലാം ഓർമ്മിപ്പിക്കുമ്പോഴും കരയുമായിരുന്നു. എപ്പോഴെല്ലാം ഓർമ്മിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ഇത് ഓർത്തു കഴിഞ്ഞാൽ തന്റെ തട്ടം നനയുമാറ് ആയിഷ റളിയല്ലാഹു അൻഹ കരയുമായിരുന്നു. ഇങ്ങനെയാണ് ഒരു മുഅ്മിൻ ഉണ്ടാവുക. അവന്റെ പാപങ്ങൾ നിസ്സാരമായി മറന്നുപോകുന്ന, നിസ്സാരമായി ഒഴിവാക്കുന്ന ആളാവില്ല. അവൻ ചെയ്ത തിന്മകളെ ആലോചിച്ച് അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. ചില സഹാബികളെ കുറിച്ച് കാണാം. ചില സഹാബികൾ അവർക്ക് അവരുടെ ചില അശ്രദ്ധ മൂലം ചില ഫജ്ർ ജമാഅത്ത് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ജുമുഅ നഷ്ടപ്പെട്ട സഹാബിമാരുണ്ടായിട്ടുണ്ട്. ചില കാരണങ്ങളാണ്. അവരതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ കരഞ്ഞിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ തനിക്ക് പറ്റിയ അബദ്ധങ്ങളെ കുറിച്ച് ഓർത്ത് കരയുക, അള്ളാഹുവിന്റെ മുമ്പിൽ ദുഃഖിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ഗുണമാണ്. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഈ ഹദീസ് എന്നുള്ളത്. അടുത്ത ഹദീസ്, وعن عقبة بن عامر رضي الله عنه أن رسول الله صلى الله عليه وسلم
ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖറജ ഇലാ ഖത്ല ഉഹുദിൻ ഫസല്ല അലൈഹിം ബഅദ 8 സിനീന കൽ മുഅദ്ദിഇ ലിൽ അഹ്യാഇ വൽ അംവാത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഉഹുദിന്റെ ശുഹദാക്കളുടെ അടുത്തേക്ക് പോയി, ഉഹുദിൽ ഷഹീദായിട്ടുള്ള ആളുകളുടെ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തു, ധാരാളമായി ദുആ ചെയ്തു. ഉഹുദിന് ശേഷം 7-8 വർഷത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്ന വർഷമാണ് ഈ സംഭവം. പോയിട്ട് അവർക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. ഏതുപോലെ ഒരു ജീവിതത്തിൽ നിന്ന് ഒരാൾ യാത്ര പറഞ്ഞു പോകുന്നത് പോലെ പിന്നെ ഒരുപാട് ദുആ ചെയ്തു. ثم طلع الى المنبر, അങ്ങനെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി. എന്നിട്ട് പറഞ്ഞു, ഫഖാല ഇന്നി ബൈന ഐദീകും ഫറത്തുൻ, ഞാൻ എന്റെ ഉമ്മത്താണ് നിങ്ങൾ, അവസാനത്തെ ഉമ്മത്താണ് നിങ്ങൾ. വഅന ഷഹീദുൻ അലൈക്കും വഇന്ന മൗഇദകും അൽ ഹൗദ്, ഞാനിതാ നിങ്ങളെ സാക്ഷിയായിക്കൊണ്ട് പറയുകയാണ്, നമ്മൾ ഇനി കണ്ടുമുട്ടാനുള്ള സ്ഥലം ഹൗദാണ്. ഹൗദാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നൽകിയിട്ടുള്ള കാര്യമാണ് അൽ ഹൗദുൽ കൗസർ എന്നെല്ലാം പറയും. സ്വർഗത്തിൽ നിന്നുള്ള അരുവി, പാലിനേക്കാൾ വെളുത്ത തേനിനേക്കാൾ മധുരമുള്ള, ആകാശത്തെ നക്ഷത്ര സമാനം കോപ്പകളുള്ള, അതിൽ നിന്ന് ഒരു തവണ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കാത്ത ആ ഹൗദ്, അതിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വെള്ളം കോരി കൊടുക്കും. അപ്പൊ പല കാര്യങ്ങളും സഹാബികൾ ചോദിക്കുമ്പോൾ, പല ഫിത്നകളുടെ കാര്യം ചോദിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഹൗദ് വരെ നിങ്ങൾ ക്ഷമിക്കണം, എന്നെ കണ്ടുമുട്ടുന്നവരെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹൗളാണ് നമ്മൾ കണ്ടുമുട്ടാനുള്ള സ്ഥലം. വഇന്നി ലഅൻദുറു ഇലൈഹി മിൻ മഖാമി ഹാദാ, മിമ്പറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ വെച്ച് ഞാനിതാ ആ ഹൗദ് കാണുന്നുണ്ട്, അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാനിതാ ആ ഹൗദിനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അലാ വഇന്നി ലസ്തു അഖ്ശാ അലൈക്കും അൻ തുശ്രികൂ, അള്ളാഹുവാണ്, ഞാൻ ഭയപ്പെടുന്നില്ല നിങ്ങളുടെ മേലെ നിങ്ങൾ ശിർക്കിൽ വീഴുമെന്ന്. വലാകിൻ അഖ്ശാ അലൈക്കുമുദ് ദുനിയ അൻ തനാഫസുഹാ, പക്ഷെ ഞാൻ ഭയപ്പെടുന്നു ദുനിയാവിന് വേണ്ടി നിങ്ങൾ പരസ്പരം മത്സരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് ആ മിമ്പറിന്റെ മേലെയാണ്. അതായത് അതിനോടടുത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ പറയുന്നുണ്ട്, വലാകിന്നി അഖ്ശാ അലൈക്കുമുദ് ദുനിയ അൻ തനാഫസൂ ഫീഹാ, ഞാൻ ഭയപ്പെടുന്നു ദുനിയാവിന് വേണ്ടി നിങ്ങൾ പരസ്പരം മത്സരിക്കും. വതഖ്തതിലൂ ഫതഹ്ലികൂ കമാ ഹലക മൻ കാന ഖബ്ലകും, നിങ്ങൾ പരസ്പരം അതിനുവേണ്ടി പോരാടും, യുദ്ധം ചെയ്യും, എന്നിട്ട് നിങ്ങളെ മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങൾ നശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, വലിയൊരു താക്കീതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ സഹാബികൾക്ക് നൽകിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അലാ വഇന്നി ലസ്തു അഖ്ശാ അലൈക്കും അൻ തുശ്രികൂ, നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. ഇത് മുസ്ലിം ഉമ്മത്തിനെ മുഴുവൻ ഉദ്ദേശിച്ചിട്ടാണോ അതോ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബികളെ ഉദ്ദേശിച്ചിട്ടാണോ? ഇത് ആ സ്വഹാബികൾ ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യമാണ്. കാരണം സ്വഹാബികൾ ഇത് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹ് കഴിഞ്ഞു, മക്കയും മദീനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരത്തിലാണ്, ഭരണമാണ്, ഇസ്ലാമിക നിയമങ്ങളാണ് പാലിക്കപ്പെടുന്നത്, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രതാപത്തിലാണ് ജീവിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലമാണ്. അപ്പോഴാണ് നബി സഹാബികളോട് പറയുന്നത്, നിങ്ങളിതാ ഈ കാലത്ത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് നിങ്ങൾ എന്ത് ഭയപ്പെടുന്നില്ല? നിങ്ങൾ ശിർക്കിൽ ആകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. പക്ഷേ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്, വലാകിൻ അഖ്ശാ അലൈക്കുമുദ് ദുനിയ അൻ തനാഫസുഹാ, പക്ഷെ ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾ ദുനിയാവിന് വേണ്ടി പരസ്പരം മത്സരിക്കുമെന്ന്, ദുനിയാവിന് വേണ്ടി പരസ്പരം മത്സരിക്കുമെന്ന്, എന്നിട്ട് പരസ്പരം നിങ്ങൾ പോരടിച്ച് മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങൾ നശിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ബുദ്ധിയെ വളരെയധികം തിരിച്ചു കളയുന്ന, അല്ലെങ്കിൽ അവന്റെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് അവനെ തെറ്റിച്ചു കളയുന്ന ഒരു കാര്യമാണ് ദുനിയാവിനോടുള്ള ആർത്തി എന്നുള്ളത്. ദുനിയാവിനോടുള്ള ജീവിതം, അതിന്റെ അലങ്കാരങ്ങൾ, അതിന്റെ അവസ്ഥകൾ, അത് ഒരാളുടെ കൽബിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവന് ശരിയും തെറ്റും എന്താണെന്ന് നോക്കൂല, ഹലാലും ഹറാമും എന്താണെന്ന് നോക്കൂല, എന്താണ് അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല. അവൻ ദുനിയാവിന്റെ പിന്നാലെ ഒരു ഭക്ഷണപ്പൊതി അല്ലെങ്കിൽ ഒരു മാംസക്കഷ്ണം വിട്ടുകൊടുത്താൽ ഒരു നായ ഓടുന്നത് പോലെ അവൻ ഓടിക്കൊണ്ടേയിരിക്കും. ദുനിയാവ് അത്ര വലിയൊരു ഫിത്നയായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ എല്ലാ പ്രതാപത്തിലും ജീവിക്കുമ്പോൾ എല്ലാവിധ അധികാരമുണ്ട്, എല്ലാവിധ അധികാരവും ഇസ്ലാമിക ലോകത്തിലുള്ളപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദുനിയാവിന് വേണ്ടി നിങ്ങൾ മത്സരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ഭയപ്പെടുന്നത്. എത്ര ഗൗരവമുള്ള വിഷയമായിരിക്കും.
സഹാബികൾ തന്നെ പറയുന്നുണ്ട്, അവർക്ക് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബാധിച്ച കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവരനുഭവിച്ച ഈമാനിന്റെ ശക്തി പിന്നീട് ഓരോ നാടിന്റെ ഗവർണർമാരായിട്ട് കിസ്രയുടെയും കൈസറിന്റെയും അധികാരവും സമ്പത്തും നേടിയ കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് സ്വഹാബികൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന്റെ മേലെ ഭയപ്പെട്ട വലിയൊരു ഫിത്നയാണ് ദുനിയാവ് എന്നുള്ളത്. പല ഹദീസുകൾ ഫത്തഖുദ്ദുനിയ വത്തഖുന്നിസാ, അതുപോലെ തന്നെ ദുനിയാവിന്റെ ഫിത്നയെ കുറിച്ച് താക്കീത് ധാരാളം ഹദീസുകളിൽ ഈ വിഷയം വന്നിട്ടുണ്ട്. അടുത്ത ഹദീസ് വഅൻ അബീ സൈദ് عمرو بن أخطب الأنصاري رضي الله عنه قال عمرو بن الأخطب رضي الله عنه പറയാണ് صلى بنا رسول الله صلى الله عليه وسلم الفجر നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഞങ്ങളെ കൊണ്ട് ഫജ്ർ നിസ്കരിച്ചു. വസഅദ അൽ മിൻബർ, അതിനുശേഷം മിൻബറിന്റെ മേലെ കയറി. ഫഖതബനാ ഹത്താ ഹദറത്ത് ദുഹർ, ദുഹർ ആകുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഖുതുബ നിർവഹിച്ചു, ഞങ്ങളോട് പ്രസംഗിച്ചു, സംസാരിച്ചു. ഫനസല ഫസല്ല, പിന്നീട് ദുഹറിനെ ഇറങ്ങി നിസ്കരിച്ചു. ثم صعد المنبر, പിന്നെ മിമ്പറിന്റെ മേലെ കയറി. فخطبنا حتى حضرت العصر, അസ്ർ നിസ്കാരം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. ثم نزل فصلى, പിന്നെ ഇറങ്ങി അസ്ർ നിസ്കരിച്ചു. ثم صعد المنبر فخطبنا حتى غربت الشمس, പിന്നീട് മഗ്രിബ് ആകുന്നവരെ ഞങ്ങളോട് പ്രസംഗിച്ചു. فاخبرنا بما كان وبما هو كائن, എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് പരലോകത്ത് നടക്കാൻ പോകുന്നത്, ഇതുപോലെ ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അറിയിച്ചു. ഫഅലമുനാ അഹ്ഫദുനാ, ഞങ്ങളിൽ ഏറ്റവും ഇൽമുള്ളതും ഞങ്ങളിൽ ഏറ്റവും ഹിഫ്ളുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കായിരുന്നു എന്ന് ഈ സഹാബി ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു ദിവസം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ഖുതുബ നിർവഹിച്ചു എന്നുള്ളത്. ദീനിന്റെ പല കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പല കാര്യങ്ങൾ ദീനിന്റെ പരലോകത്തെ കാര്യങ്ങളും താക്കീതുകളും ഉപദേശങ്ങളും എല്ലാം തുടർച്ചയായി ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ ആവശ്യം വരികയാണെങ്കിൽ സുദീർഘമായി ജനങ്ങളെ ഉപദേശിക്കാവുന്നതാണ്. അടുത്ത ഹദീസ് വൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നദറ അൻ യുതീഅ അല്ലാഹ് ഫൽയുതീഅഹു വമൻ നദറ അൻ യഅസി അല്ലാഹ് ഫലാ യഅസിഹി. മൻ നദറ, ആരാണോ നേർച്ച നേരുന്നത്, അൻ യുതീഅ അല്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കാമെന്ന്, ഫൽയുതീഅഹു, അവൻ അല്ലാഹുവിനെ അനുസരിക്കട്ടെ. വമൻ നദറ അൻ യഅസി അല്ലാഹ്, ആരാണ് അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഒരു വിഷയത്തിൽ നേർച്ച ചെയ്തിട്ടുള്ളത്, ഫലാ യഅസിഹി, അവൻ നേർച്ച ചെയ്യരുത്, അല്ലാഹുവിനെ ധിക്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവ നേരത്തെ പറഞ്ഞതുപോലെ നേർച്ച എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്വന്തത്തിൽ നിർബന്ധമല്ലാത്തൊരു കാര്യം, അവൻ സ്വയം നിർബന്ധാക്കുകയാണ്. ഞാൻ എത്ര രൂപ ഞാൻ സ്വതക്ക് കൊടുക്കും, അള്ളാഹ് നിനക്ക് വേണ്ടി ഞാൻ ഇത്ര സ്വതക്ക് കൊടുക്കും, നിനക്ക് വേണ്ടി ഇത്ര നോമ്പ് നോൽക്കും, അത് നിനക്ക് വേണ്ടി ഇത്ര ഞാൻ നിസ്കരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐച്ഛികമായിട്ടുള്ള ഒരു കാര്യം അവൻ സ്വന്തത്തിൽ നിർബന്ധമാക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരാൾ നെദർ ചെയ്താൽ, നേർച്ച ചെയ്താൽ, അള്ളാഹു അല്ലാത്ത ഒരാളെ വിഷയത്തിൽ ചെയ്താൽ അതെന്താണ്? ശിർക്കാണ്, ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ നേർച്ച ചെയ്താൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയമാണെങ്കിൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കണം, അത് പൂർത്തിയാക്കണം. എന്നാൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു തിന്മക്കാണ് അവൻ നേർച്ച ചെയ്തെങ്കിലോ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നേർച്ച ചെയ്തു എന്നുള്ളത് പൂർത്തീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതവൻ ചെയ്യാൻ പാടില്ല, അവൻ ഒഴിവാക്കണം എന്ന് കാണാം. അതുപോലെ തന്നെ അടുത്ത ഹദീസ് വഅൻ ഉമ്മി ശരീക റളിയല്ലാഹു അൻഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹാ ബിഖത്ലിൽ ഔസാഖ് വഖാല കാന യൻഫുഖു അലാ ഇബ്രാഹിം. ഉമ്മു ശരീക റളിയല്ലാഹു അൻഹ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസാഖിനെ കൊല്ലാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഔസാഖ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് പല്ലി, അതിനെ കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു. കാന യൻഫുഖു അലാ ഇബ്രാഹിം, അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിട്ട സമയത്ത് അതിലേക്ക് ഊതുന്നുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു ഹദീസാണ്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖതല വസഗതൻ ഫീ അവ്വലി ദർബത്തിൻ ഫലഹു കദാ വകദാ ഹസന. ആരെങ്കിലും ഒരു പല്ലിയെ ആദ്യത്തെ അടിയിൽ കൊല്ലുകയാണെങ്കിൽ അവന് ഇന്ന പ്രതിഫലമുണ്ട്. വമൻ ഖതലഹ
ഖതലഹാ ഫി ദർബത്തി സാനിയ, രണ്ടാമത്തേതിലാണെങ്കിൽ ഫലഹു കദാ വകദാ ഹസനതൻ ദൂനൽ ഊല, ഒന്നാമത്തേക്കാൾ കുറഞ്ഞ ഇന്നാലിന്റെ പ്രതിഫലമുണ്ട്. വഇൻ ഖതലഹാ ഫി ദർബത്തി സാലിസ് ഫലഹു കദാ വകദാ ഹസന, മൂന്നാമത്തെ ആണെങ്കിൽ ഇന്നാലിന്റെ പ്രതിഫലമുണ്ട് എന്നുള്ളത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആദ്യം പറഞ്ഞത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അപ്പൊ നമുക്ക് ചില ജീവികൾ അല്ലെങ്കിൽ ചില ജന്തുക്കൾ അതിന്റെ ഉപദ്രവങ്ങളും അതിന്റെ ദോഷങ്ങളും ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതിന്റെ അപകടം എന്താണെന്നോ അതിന്റെ ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. അത് സ്വഹീഹായിക്കൊണ്ട് നമുക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശരിയായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെയുള്ള ഈ പല്ലി അതിനെ കൊല്ലുക എന്നുള്ളത് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു കാര്യമായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാം. അടുത്തൊരു ഹദീസ്, വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റജുലുൻ ലഅതസദ്ദഖന്ന ബിസദഖത്തിൻ, ഒരിക്കൽ ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ഞാൻ സ്വതക്ക നൽകുമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്വതക്ക എന്ന് പറഞ്ഞാൽ പല തരത്തിൽ നൽകാം. ഒന്ന്, ആളുകളെല്ലാം കാണുക, ആളുകളെ കാണിച്ചിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാം, സ്വതക്ക കൊടുക്കാം. ചില സമയത്ത് നല്ലതാണ്, മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുക്കാൻ പ്രോത്സാഹനത്തിന് നല്ലതാണ്. മറ്റൊന്ന്, നാം കൊടുക്കുന്നത് അറിയാതെ, നമ്മളാണ് കൊടുക്കുന്നത് എന്ന് അറിയാതെ രഹസ്യമായിട്ട് ഒരാൾക്ക് വേറെ ആരെങ്കിലും വഴിയോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം, അങ്ങനെ സ്വതക്ക കൊടുക്കാം. മൂന്നാമത്തേത്, ആർക്കാണ് നമ്മൾ കൊടുത്തത് എന്ന് നമ്മൾ തന്നെ അറിയാതെ, നമ്മൾ ആർക്കാ കൊടുത്തത് അയാളെ പിന്നെ കണ്ടു കഴിഞ്ഞാല് ഞാൻ സ്വതക്ക നൽകിയവനാണല്ലോ എന്ന രീതിയിൽ തോന്നാതിരിക്കാൻ ആർക്കാണ് കൊടുത്തത് നമുക്ക് തന്നെ അറിയില്ല, അങ്ങനെ സ്വതക്ക കൊടുക്കാം. അപ്പൊ ഈ വ്യക്തി തീരുമാനിച്ചത് ഞാൻ ആർക്കാണ് കൊടുത്തതെന്നോ ഞാനാണ് കൊടുത്തതെന്നോ എന്നറിയാതെ അത്ര രഹസ്യമായിട്ട് സ്വതക്ക കൊടുക്കണം എന്നാണ്. അങ്ങനെ അയാള് സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാത്രി അയാൾ പോയിട്ട് അയാളുടെ സ്വതക്ക ഒരാളുടെ കൈ കൊടുത്തു. പക്ഷെ കൊടുത്തത് ആരുടെ കയ്യിലായി? ഒരു കള്ളന്റെ കയ്യിലാണ്. ഫാസ്ബഹു യതഹദ്ദസൂൻ, രാവിലെ ആയപ്പോ ആളുകൾ അറിഞ്ഞു, ആളുകൾ പറയാൻ തുടങ്ങി, തുസുദ്ദിഖ അലാ സാരിഖിൻ, അതൊരു കള്ളൻ ആരോ സ്വതക്ക കൊടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി എന്ന് പറയാൻ തുടങ്ങി. ഫഖാല, അപ്പൊ ഇയാൾക്ക് കേട്ടപ്പോ ഇയാൾക്ക് വിഷമം. അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദ് ലാ തസദ്ദഖന്ന ബിസദഖ, അല്ലാഹ് നിനക്കാണ് എല്ലാ സ്തുതിയും, ഞാൻ ഇനിയും സ്വതക്ക കൊടുക്കും. ഫഖറജ ബിസദഖതിഹി ഫവളഅഹാ ഫീ യദി സാനിയത്തിൻ, പിറ്റേ ദിവസവും അയാൾ സ്വതക്ക കൊണ്ടുപോയി അങ്ങനെ വഴിയിലുള്ള ഒരാൾ കൊടുത്തു. അതാരയില കൊടുത്തത്? വ്യഭിചാരിണിയായിട്ടുള്ള, വ്യഭിചാരം തൊഴിലായി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കയ്യിലാണ്. ഫാസ്ബഹു യതഹദ്ദസൂൻ, രാവിലെ ആയപ്പോൾ ആളുകൾ പറഞ്ഞു, തുസുദ്ദിഖ ലൈലത അലാ സാനിയ, ഒരു വ്യഭിചാരിണിക്കാരോ സ്വതക്ക കൊടുത്തു പറഞ്ഞു. ഫഖാല അല്ലാഹുമ്മ ലക്കൽ ഹംദ് അലാ സാനിയ, അല്ലാഹ് നിനക്കാ സ്തുതി, ഒരു വ്യഭിചാരിണിക്കായാലോ ഞാൻ സ്വതക്ക കൊടുത്തത്. ലാ തസദ്ദഖന്ന ബിസദഖ, ഞാൻ എന്തായാലും ഇനിയും സ്വതക്ക കൊടുക്കും പറഞ്ഞു. ഫഖറജ ബിസദഖതിഹി ഫവളഅഹാ ഫീ യദി ഗനിയ്യിൻ, മൂന്നാമത്തെ ദിവസം രാത്രി സ്വതക്ക കൊണ്ടായിട്ട് അയാൾ കൊടുത്ത ആരെയില്ല? ഒരു സമ്പന്നന്റെ കയ്യിലാണ് കൊടുത്തത്, വലിയ സമ്പന്നായിട്ടുള്ള ഒരാളുടെ കൊടുത്തു. ഫാസ്ബഹു യതഹദ്ദസൂൻ, രാവിലെ ആയപ്പോൾ ആളുകൾ പറഞ്ഞു, തുസുദ്ദിഖ അലാ ഗനിയ്യിൻ, അതാ സമ്പന്നനായ ഒരാൾക്കാരോ സ്വതക്ക നൽകിയിട്ടുണ്ട് പറഞ്ഞു. ഫഖാല, അയാൾക്ക് ഭയങ്കര വിഷമായി. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അലാ സാരിഖിൻ അലാ സാനിയത്തിൻ വഅലാ ഗനിയ്യിൻ, ഒരു കള്ളനും വ്യഭിചാരിണിക്കും സമ്പന്നനാണല്ലോ എന്റെ സ്വതക്ക കൊടുത്തത്, ഒരു ഉപകാരത്തിനും പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്യാറ്, പക്ഷെ ആത്മാർത്ഥമായിട്ട് ചെയ്ത കാര്യത്തിന് ഒരാളും അത് അംഗീകരിക്കുന്നില്ല, ഒരാളും അത് പരിഗണിക്കുന്നില്ല, അതിന് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നിട്ടില്ല, അവരും എത്ര വിഷമം ഉണ്ടാവും? നമുക്ക് ഭയങ്കര വിഷമായി. ഫൗതിയ ഫഖീല, അങ്ങനെ അയാളോട് അറിയിക്കപ്പെട്ടു. ഇത് ചെറിയ വായത്തുകൾ ബനൂ ഇസ്രായേൽ നടന്നൊരു സംഭവമാണ്. ബനൂ ഇസ്രായേൽ പലരോടും മലക്കുകൾ വന്ന് സംസാരിക്കാറുണ്ട്, മനുഷ്യരൂപത്തിലോ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ അവർ അറിയിക്കാറുണ്ട്. അയാളോട് പറയപ്പെട്ടു, അമ്മാ സദഖതുക അലാ സാരിഖിൻ, നീ കള്ളന് കൊടുത്ത സ്വതക്ക ഉണ്ടല്ലോ, ഫലഅല്ലഹു അൻ യസ്തഈഫ അൻ സരിഖതിഹി, അവന് തോന്നി എനിക്ക് വരെ ആളുകൾ സ്വതക്ക നൽകുന്നു, പിന്നെ എന്തിനാ ഞാൻ ഈ കട്ടെടുക്കുന്നു തോന്നിയിട്ട് അവൻ എന്ത് നിർത്തി? അവൻ കളവ് നടത്തുന്നത്, കക്കുന്നത് നിർത്തി. വമ്മ സാനിയതു, വ്യഭിചാരിയായിട്ടുള്ളവൾ, ഫലഅല്ലഹാ തസ്തഈഫു അൻ സിനാഹാ, തനിക്ക് പണത്തിന് വേണ്ടിയിട്ടാണ് അവൾ വ്യഭിചരിക്കുന്നത്, അപ്പോ എനിക്ക് വരെ സ്വതക്ക നൽകപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ആ പെണ്ണ് വ്യഭിചാരം എന്നുള്ള ആ തൊഴിൽ അത് നിർത്തി. വമ്മൽ ഖനിയു, സമ്പന്നനോ, ഫലഅല്ലഹു അൻ യഅ്തബിറ ഫയുൻഫിഖ മിമ്മാ അതാഹു അല്ലാഹ്, അയാൾ പിശുക്കനായിട്ടുള്ള ആളായിരുന്നു. നീ സ്വതക്ക കൊടുത്തിട്ട് ഒരു ധനികന്റെ കയ്യിൽ സ്വതക്ക കിട്ടിയപ്പോ എനിക്ക് വരെ സ്വതക്ക നൽകുന്നുണ്ട്, അപ്പൊ ഞാനിനി എന്ത് ചെയ്യാ, സ്വതക്ക കൊടുക്കാൻ വേണ്ടി അയാൾ തീരുമാനിച്ചു എന്ന് അയാളെ അറിയിക്കപ്പെട്ടു. വളരെയധികം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. സഹോദരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
ഇഖ്ലാസോടും സിദ്ഖോടും കൂടിയിട്ട് നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് സത്യസന്ധമായിട്ട് പൂർണ്ണമായ കൽബോട് കൂടി എന്ത് കർമ്മം നമ്മൾ ചെയ്താലും അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എങ്കിൽ, ആ ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, എന്തെന്ന് ഉദ്ദേശിച്ചത് ബിദ്അത്തുകളല്ല ഉദ്ദേശിച്ചത്, പൊതുവായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ അനന്തരഫലം നമ്മുടെ കണ്ണിൽ കണ്ടിട്ടില്ല എങ്കിലും, നമ്മുടെ നേരിൽ നമ്മളൊരാൾക്ക് പൈസ കൊടുത്തു, ചിലപ്പോൾ ആ പൈസ കൊണ്ട് നമ്മൾ ചിലപ്പോൾ കാണുണ്ടാവുക അയാൾ പോയി കള്ളുടിക്കണമായിരിക്കും, പക്ഷെ നമ്മൾ നല്ല രീതിയിൽ കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ നല്ല ഇഖ്ലാസോട് കൂടി കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അതിന്റെ ദോഷമായിരിക്കും, വേറെ എന്തെങ്കിലും നന്മ ചെയ്തു അത് ചെയ്തതിന്റെ പേരിൽ ആളുകളൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തുകയായിരിക്കും, ആരും നമ്മൾ അംഗീകരിക്കാണ്ടാവൂല. പക്ഷെ അത് ഇഖ്ലാസോടും സിദ്ഖോടും കൂടിയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതുകൊണ്ടുള്ള ഒരു അനന്തരഫലം അവിടെ ഉണ്ടായിട്ടുണ്ടാവും. നാളെ പരലോകത്ത് നമുക്കത് അറിയാൻ സാധിക്കും. അത് അറിയിക്കുന്ന വളരെ ചിന്താർഹമായിട്ടുള്ള ഒരു ഹദീസാണിത്. ഇത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമ്മൾ ഒരു നന്മയുടെ പേരിലും ആളുകൾ അത് അംഗീകരിച്ചില്ല, ആളുകൾ അത് ഉൾക്കൊണ്ടില്ല, ആളുകൾ അത് മനസ്സിലാക്കിയില്ല എന്നതിന്റെ പേരിൽ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അനന്തരഫലം ഈ ദുനിയാവിൽ നാം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.